എൻ്റെ കയ്യിൽ ഓർക്കിഡിൻ്റെ കളക്ഷൻ ഒരു 30 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഓർക്കിഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ പാഷനാണ്. ഇപ്പോഴും എൻ്റെ ഏകദേശം ഒരു 5000 എബോവ് പ്ലാന്റ്സ് കയ്യിലുണ്ട്. വിൽപ്പനയേക്കാൾ ഉപരി എനിക്ക് ആ ചെടിയുടെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, കുറച്ച് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോഴും ഈ ചെടിയുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറും. നമ്മൾ കൂടുതൽ അങ്ങ് കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചെടിയും നമുക്കൊപ്പം വരും. പിന്നെ അതിനെ സ്നേഹിക്കുക, ചെടിയെ സ്നേഹിക്കുക. പഴയ സ്റ്റെമ്മായി വരുമ്പോൾ അതിനെ മുറിച്ച് മാറ്റിയിട്ട് പുതിയ സ്റ്റെമ്മുകൾ വന്നുകൊണ്ടിരിക്കും. ഇത് ഈ പ്ലാന്റിന് ഒരു പഴയ സ്റ്റെമ്മാണ്, അതിന്ന് വേറെ തൈ വരുന്നു. ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈയായിട്ട് ചെടിയായിട്ട്. ഇത് മുക്കാറ ഓർക്കിഡാണ്. അതിൻ്റെ തന്നെ ഒരുപാട് കളറുകൾ ഉണ്ട്. ഞാനിവിടെ ഓർക്കിഡ് ഡെൻഡ്രോബിയം 150 രൂപ തൊട്ടാണ് കൊടുത്തു തുടങ്ങുന്നത്. ഈ പ്ലാന്റൊക്കെ 150 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത്. മുക്കാറ 350 റുപ്പീസ് തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. ഇത് ഒരു എയർ പ്ലാന്റാണ്, സ്പാനിഷ് മോസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിങ്ങനെ വളർന്നു വരും. ഇതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം കൊടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മണ്ണൊന്നും വേണ്ട. എയർ പ്ലാന്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ വല്ലപ്പോഴും കൂടി ഒന്ന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലത് മണ്ണൊന്നും വേണ്ട, ഏറ്റവും എളുപ്പമാണ്. ഇത് കാറ്റ്ലിയ ഓർക്കിഡാണ്, ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്നത്. നല്ല മണമാണ് ഇത് പൂത്ത് കഴിയുമ്പോഴത്തേക്കും. നല്ല ഭംഗിയാണ്. ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ സാധാരണ ഡാൻസിങ് കയറുന്ന ഓർക്കിഡില്ല, അതിനേക്കാൾ വലിയ പൂവാണ്. ഇവിടെ ഞാൻ സീഡ്ലിങ്സ് വാങ്ങിച്ച് അതിന് നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി മൊട്ട് വന്ന് പൂവായതിനു ശേഷമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോഴ് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ചീത്തയാവത്തില്ല. ഞാൻ എല്ലാ പ്ലാന്റും പൂവായതിനു ശേഷം കൊടുക്കുള്ളൂ. കാരണം ഞാൻ തന്നെ വാങ്ങിയിട്ടുള്ളപ്പോഴത്തേക്കും ഞാൻ ഓർഡർ കൊടുത്തതല്ല എനിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഫ്ലവർ ഉള്ള അത് മാത്രമേ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം കൊടുക്കാറുള്ളൂ. നമ്മളുടെ ട്രിവാൻഡ്രം കാലാവസ്ഥയിൽ ഡെൻഡ്രോബിയം നന്നായിട്ട് വളരുന്നുണ്ട്. പക്ഷേ വയനാട്, ഇടുക്കിയിലൊക്കെ കുറച്ച് തണുപ്പുള്ളിടത്ത് അവിടെ ഫെല്ലോസസ് നന്നായിട്ട് വളരുന്നത്. എപ്പോഴും നമ്മൾ സീഡ്ലിങ്സ് വാങ്ങിച്ച് എപ്പോഴും ചെറിയ പോട്ടിൽ വേണം നടാനായിട്ട്. കണ്ടോ ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഈ വേര് പൊട്ടെ ഉണ്ടോ. അപ്പം ഇത് നമ്മൾ ഈ വേര് മാറ്റുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാവും. മൊത്തം തൊണ്ടിൽ നട്ട് കഴിയുമ്പോൾ മഴ സമയത്ത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചാർക്കോൾ ഇടുമ്പോഴത്തേക്കും വെള്ളം. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് നടന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വരാറില്ല. എൻ്റെ പേര് ഹണി. ഞാനിപ്പോൾ ഒരു ഓർക്കിഡ് വാലി എന്നും പറഞ്ഞൊരു ഓർക്കിഡിൻ്റെ നഴ്സറി നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടൊരു 4 വർഷത്തോളമായി. എൻ്റെ കയ്യിൽ ഓർക്കിഡിൻ്റെ കളക്ഷൻ ഒരു 30 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ ഓർക്കിഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ പാഷനാണ്. എനിക്ക് വളരെ ചെറുതിൽ തന്നെ ഓർക്കിഡിനോട് എല്ലാ ചെടികളോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അതൊരു പാഷനായിട്ട് ഒരു ബിസിനസ് ലെവലിലോട്ട് വന്നിട്ട് 4 വർഷമായി. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ഓർക്കിഡ് ഞാൻ എവിടെയോ പോകുന്ന സമയത്ത് ഒരു ഓർക്കിഡ് അറേഞ്ച് ചെയ്ത് ഹോട്ടലിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പോൾ കണ്ടപ്പം ഒറിജിനൽ ഫ്ലവറായിരുന്നു, സോണിയ ഓർക്കിഡായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും ഉണ്ടായ ഒരു ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആ ഓർക്കിഡ് കളക്ട് ചെയ്യുക എന്നുള്ളൊരു ഇതിൽ ഞാൻ പഠിക്കുന്ന സമയത്തേ ഉള്ള ഒരു കളക്ഷനായിരുന്നു. അപ്പോൾ അന്ന് തന്നെ എനിക്ക് കുറേ സോണിയ ഓർക്കിഡൊക്കെ, ഇതാണ് സോണിയ ഓർക്കിഡ്. ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഈ സോണിയ. ഒരുപാട് ദിവസം പൂത്ത ഒരുപാട് ദിവസം നിൽക്കുകയും ചെയ്യും. അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ നല്ലതാണ്. ഞാൻ വളരെ മുമ്പ് എൻ്റെ കല്യാണമൊക്കെ കഴിക്കുന്നതിന് വളരെ മുമ്പ് പഠിക്കുന്ന സമയത്തൊക്കെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, കാർ ഡെക്കറേഷനിലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലൊന്നുമില്ല. ഇപ്പം ചെടി സെയിൽ ചെയ്യുന്നു. ഒരുപാട് പേര് ഓർക്കിഡിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. അപ്പം ഇങ്ങനെ കൂടുതലും പിന്നെ ഓൺലൈൻ ബിസിനസ്സാണ്. ഇപ്പോഴും എൻ്റെ ഏകദേശം ഒരു 5000 എബോവ് പ്ലാന്റ്സ് കയ്യിലുണ്ട്. കൂടുതലും ഉള്ളത് ഡെൻഡ്രോബിയമാണ്. ഡെൻഡ്രോബിയം, ഫെല്ലോസസ്, ഒൻസീഡിയം, വാൻഡ, മുക്കാറ, പിന്നെ കുറേ സ്പീഷീസ് വെറൈറ്റികളും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കുറേയൊക്കെ എൻ്റെ കളക്ഷനാണ്, സ്പീഷ്യസ് അല്ല, എൻ്റെ കളക്ഷനാണ്. ഓർക്കിഡ് എന്ന് പറയുന്നത് പൂ ഒരുപാട് ദിവസം നിൽക്കും. പിന്നെ ഞാൻ ഒരുപാട് ചെടി വളർത്തിയാലും എനിക്ക് ഏറ്റവും മെയിൻ്റനൻസ് എളുപ്പമായിട്ട് തോന്നിയത് ഓർക്കിഡാണ്. കാരണം ഇപ്പോഴത്തെ നമുക്ക് ജോലിക്കാരെല്ലാം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എനിക്ക് 5000 ചെടികളുണ്ടെങ്കിലും ഞാൻ തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഹസ്ബൻഡും 2 മക്കളുണ്ട്, 2 പേരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു രസം. എനിക്ക് വിൽപ്പനയേക്കാൾ ഉപരി എനിക്ക് ആ ചെടിയുടെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അത് വളരെ ഇതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അസുഖമൊന്നുമില്ല. കുറച്ച് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോഴും ഈ ചെടിയുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറും. ഞാൻ രാവിലെ മോള് കോളേജ് ലെക്ചറാണ്, ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെമ്പഴന്തി ദിവസം കോളേജിൽ. മോൻ ബിടെക്കിന് പഠിക്കുന്നു. അപ്പം അവർ രണ്ടുപേരെ വിടാൻ വേണ്ടി ഒരു 5:30 മണിയാകുമ്പോൾ എണീക്കുന്നു. അവർ രണ്ടുപേരും ഒരു 7:30 കഴിയുമ്പോൾ പോകുന്നു.
പോയി കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് ചെടിയുടെ കൂടെ. അത് കഴിഞ്ഞിട്ട് ഒരു 9 മണിയാകുമ്പോൾ പോയി ഹസ്ബൻഡിനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഫുഡ് എല്ലാം നേരത്തെ റെഡിയാക്കി വയ്ക്കും. അവർക്കെല്ലാം കാപ്പി കൊടുത്തു വീണ്ടും ഒരു 9:30 ആകുമ്പോൾ ഞാൻ വീണ്ടും ചെടിയുടെ കൂടെ ഓടും. വൈകുന്നേരം വെയിൽ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പോയി പിന്നെ എൻ്റെ ജോലികളെല്ലാം നോക്കുന്നു. ഞാൻ ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട്, കൂടുതലും എനിക്ക് ഓൺലൈനാണ്. അപ്പോൾ പിന്നെ എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളുമായിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വെയിലൊക്കെ താന്ന് കഴിഞ്ഞിട്ട് ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും ഇതിൻ്റെ കൂടെ വരുന്നു. പിന്നെ മക്കൾ ഒരു 5 മണിയാകുമ്പോൾ അവരെത്തുന്നു. മിക്കവാറും അവരെ കാര്യങ്ങളെല്ലാം അവർ നോക്കാറായതുകൊണ്ട് ഞാൻ ഫുള്ള് ചെടിയുടെ കൂടെയാണ്. ഇത് മാത്രമല്ല, എനിക്ക് വെജിറ്റബിൾസ് ഉണ്ട്. ഞാൻ വെജിറ്റബിൾസ് പുറത്തുനിന്ന് വാങ്ങാറില്ല. അപ്പം വെജിറ്റബിൾസ് എല്ലാം പിന്നെ നടുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ ചെയ്യാനായിട്ടൊരു കുട്ടി എന്നെ സഹായിക്കാൻ വരും. കാരണം എനിക്ക് കുറച്ച് വെയിറ്റ് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് വരും. പക്ഷേ ഓർക്കിഡ് ഞാൻ വേറെ ആരെയും വിട്ടു കൊടുത്തിട്ടില്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. മഴക്കാലത്ത് അങ്ങനെ വലിയ ഡെൻഡ്രോബിയത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ മഴക്കാലത്ത് എപ്പോഴും നമ്മളൊരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളം ഒരുപാടായി പോവാതെ നോക്കണം. എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഇതുവരെ ഒന്നും ചീഞ്ഞ് പോയിട്ടില്ല. ഞാൻ ഓസ് വെച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ അങ്ങ് കെയർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ചെടിയും നമുക്കൊപ്പം വരും. പിന്നെ അതിനെ സ്നേഹിക്കുക, ചെടിയെ സ്നേഹിക്കുക. വളപ്രയോഗം ഞാൻ ആഴ്ച 2 ദിവസം കൊടുക്കും. കൂടുതലും കടലപ്പിണ്ണാക്ക് വെള്ളത്തിയിട്ട് കുതിർത്ത് അതിൻ്റെ തെളി വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ തേങ്ങ വെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കും. കൂടുതലും ജൈവവളങ്ങളാണ് കൊടുക്കുന്നത്, അതാണ് ഹെൽത്തി ആയിട്ട് വരുന്നത്. പിന്നെ വളരെ അപൂർവമായിട്ട് ഞാൻ മഴക്കാലത്ത് വളരെ ഇതായിട്ട് 19 NPK കൊടുക്കാറുണ്ട്, അതാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ എപ്പോഴും മിക്കവാറും ഈ ചെടിയുടെ അടുത്ത് എല്ലാ ദിവസവും വരികയും അതിനെ തൊട്ട് തലോടുകയും ചെയ്യാറുണ്ട്. കാരണം മക്കൾ നോക്കുന്നത് പോലെ ഞാൻ എൻ്റെ ചെടിയെ സ്നേഹിക്കുന്നു. പരിചരണം കുറവാണ്. പിന്നെ പൂത്ത് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നിൽക്കും, അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ മെയിൻ്റനൻസ് കുറവ്. അപ്പോൾ ഒരുക്കം നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 5-6 വർഷം വരെ അതിൽ തന്നെ അങ്ങ് നിൽക്കും. ചെടി പ്ലാന്റ് അങ്ങ് വലുതായി തോറും നിറയെ പൂക്കളാണ്. ചിലർക്ക് പേടിയാണ്, എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി ഉള്ളതുകൊണ്ടായിരിക്കും കുറച്ച് പേര് വരാത്തത്. പക്ഷേ ഞാനിവിടെ വരുന്നവരടുത്തൊക്കെ ചിലപ്പോൾ ഇൻഡോർ പ്ലാന്റ്സും എനിക്ക് ചെറിയ രീതിയിലുണ്ട്. അല്ലാത്ത കുറച്ച് വെജിറ്റബിൾസ് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഇത് കൊടുത്ത് ഒരെണ്ണം കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു നോക്കി എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർ വീണ്ടും വന്ന് എൻ്റെ നിന്ന് ഓർക്കിഡ് വാങ്ങും. അങ്ങനെ വാങ്ങിച്ച് ഒരു 100 ഓർക്കിഡിന് മേലെ ആയിട്ടുള്ളവർ എൻ്റെ കസ്റ്റമേഴ്സുണ്ട്. അവർക്ക് വാങ്ങുന്നവർ വീണ്ടും വരുന്നുണ്ട്. കാരണം ഞാൻ പുതിയൊരു കളക്ഷൻ, ഒരു പുതിയ വെറൈറ്റി വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും എൻ്റെ നിന്ന് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് പേര്. ഇങ്ങനെ സ്ഥിരം കുറേ കസ്റ്റമേഴ്സുണ്ട്. പഴയ സ്റ്റെമ്മായി വരുമ്പോൾ അതിനെ മുറിച്ച് മാറ്റിയിട്ട് പുതിയ സ്റ്റെമ്മുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ മുറിച്ച് മാറ്റി വീണ്ടും നമ്മൾ തൈകൾ അതിൽ നിന്ന് തന്നെ നമുക്ക് തൈ എടുക്കാൻ പറ്റും. ഇതുപോലെ തൈ വരും. ഇത് പഴയ സ്റ്റെമ്മ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഇത് ഈ പ്ലാന്റിന് ഒരു പഴയ സ്റ്റെമ്മാണ്, അതിൽ നിന്ന് വേറെ തൈ വരുന്നു. ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈയായിട്ട് ചെടിയായിട്ട് നമ്മൾ ഒരിക്കൽ തന്നെ ഒരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 3 വർഷം കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഒരിക്കൽ വാങ്ങിയാൽ പിന്നെ അതിന് വേണ്ടി നമ്മൾ പൈസ മുടക്കണ്ട, വീണ്ടും നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും. ഇത് മുക്കാറ ഓർക്കിഡാണ്. അതിൻ്റെ തന്നെ ഒരുപാട് കളറുകൾ ഉണ്ട്. ഞാനിവിടെ ഓർക്കിഡ് ഡെൻഡ്രോബിയം 150 രൂപ തൊട്ടാണ് കൊടുത്തു തുടങ്ങുന്നത്. ഈ പ്ലാന്റൊക്കെ 150 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത്. മുക്കാറ 350 റുപ്പീസ് തൊട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. ഇത് ഒരു എയർ പ്ലാന്റാണ്. എയർ പ്ലാന്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ വല്ലപ്പോഴും കൂടി ഒന്ന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും ഞാൻ ഇതിനൊക്കെ കുറച്ച് വളം കൊടുക്കുന്ന സമയത്ത് അതിനും കൂടി വളം കൊടുക്കും. നല്ലത് മണ്ണൊന്നും വേണ്ട, ഏറ്റവും എളുപ്പമാണ്. വളം കടൽ പിണ്ണാക്കിൻ്റെത് ഞങ്ങൾക്ക് തേങ്ങ വളം വിളിപ്പിച്ചത് എല്ലാം കൂടുതലും ജൈവവളമാണ് കൊടുക്കുന്നത്. ഇത് ഒരു എയർ പ്ലാന്റാണ്, സ്പാനിഷ് മോസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിങ്ങനെ വളർന്നു വരും. ഇതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം കൊടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, മണ്ണൊന്നും വേണ്ട. ഇത് കാറ്റ്ലിയ ഓർക്കിഡാണ്. ഇതാണ് ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്നത്. നല്ല മണമാണ് ഇത് പൂത്ത് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പം തന്നെ നല്ല മണമുണ്ട്. മിക്കവാറും ഇതിൻ്റെ മണം അടിച്ചിട്ടായിരിക്കും ഞാൻ ഇത് എവിടെ മണക്കുന്നതെന്ന് നോക്കിയാണ് വരുന്നത്. ഡെൻഡ്രോബിയാണ്, ഇതൊരു സ്പീഷീസാണ് ഈ ഒരു ഓർക്കിഡ്. ഇത് ഇങ്ങനെ ഇല മൊത്തം ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് ഈ തണ്ടിൽ നിന്നാണ് പൂ വരുന്നതും ഇതിൽ നിന്ന് തന്നെ തൈയും വരും. ഇത് ബാമ്പു ഓർക്കിഡാണ്. അല്ല, ബാമ്പുവിനെ പോലെ നിൽക്കുന്നതാണ്. ഇത് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ നമുക്ക് മണ്ണിൽ തന്നെ നടാൻ പറ്റുന്ന ഒരു ഓർക്കിഡാണ്. സീഡ്ലിങ്സ് വാങ്ങിച്ച് അതിന് നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി മൊട്ട് വന്ന്
പൂവായതിന് ശേഷമാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ചീത്തയാവത്തില്ല. ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ നിന്ന് വാങ്ങിയിട്ടുള്ളവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഒരു ചെടിയും പാഴി പോയിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ടാണ്ട്. ഒരിക്കൽ വാങ്ങിയവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 4 മാസമായ പ്ലാന്റ്സാണ്. ചിലതൊക്കെ ചില പ്ലാന്റുകൾ പെട്ടെന്ന് വലുതാവുന്നത്, പെട്ടെന്ന് ഗ്രോത്ത് വയ്ക്കുന്നതാണ്. ഇത് ഞാൻ ഇമ്പോർട്ടേഴ്സിൻ്റെ നിന്ന് തന്നെ ചിലപ്പോൾ ബാംഗ്ലൂരിൽ നിന്നായിരിക്കും വരുത്തുന്നത്. പിന്നെ അത്യാവശ്യം ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു ഇമ്പോർട്ടറുണ്ട്. പുള്ളിക്കാരി എനിക്ക് നല്ല പ്ലാന്റ്സ് തരുന്നുണ്ട്, അഫോർഡബിൾ റേറ്റിന് തരുന്നുണ്ട്. പുള്ളിക്കാരിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ വളർത്തിയിട്ട് പൂവാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഞാൻ ഒത്തിരി അയക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് കൊടുക്കുന്നുണ്ട്. മിക്കവാറും ബാംഗ്ലൂർ ഒരുപാട് സ്ഥലങ്ങളിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും DTDC വഴിയും ഒക്കെ അയക്കുന്നുണ്ട്. നമ്മൾ പാക്കിങ്ങും അതുപോലെ ആയിരിക്കും. പിന്നെ ചെറിയ മോശമായിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും ഞാൻ കൊടുക്കാറില്ല. നല്ല പ്ലാന്റ് മാത്രമേ കൊടുക്കാറുള്ളൂ. വളർച്ച അനുസരിച്ച് ഞാൻ തരംതിരിക്കാറുണ്ട്. ഞാൻ 150 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 150 തൊട്ട് ഞാൻ എല്ലാ പ്ലാന്റും പൂവായതിനു ശേഷം കൊടുക്കുള്ളൂ. കാരണം ചിലപ്പോൾ ID ഇട്ട് വന്നാൽ പോലും ചിലപ്പം ആൾക്കാർ പറയും അത് തെറ്റിപ്പോയി, അതല്ല വിരിഞ്ഞപ്പോൾ വേറെയാണ് എന്നുള്ള ഒരുപാട് പരാതികൾ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ ആ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ തന്നെ വാങ്ങിയിട്ടുള്ളപ്പോഴത്തേക്കും ഞാൻ ഓർഡർ കൊടുത്തതല്ല എനിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഫ്ലവർ ഉള്ള അത് മാത്രമേ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം കൊടുക്കാറുള്ളൂ. ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ ഞാൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ വെറൈറ്റികളുണ്ട് ഇപ്പം. അപ്പോൾ അതിനൊക്കെ നല്ല ആവശ്യക്കാരുണ്ട്. പക്ഷെ എന്നാലും സോണിയയ്ക്ക് ഇപ്പോഴും എനിക്ക് ഒരുപാട് പേര് എൻ്റെ സോണിയ ആവശ്യപ്പെടുന്നുണ്ട്. എന്തോ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നെ എനിക്ക് മിക്കവാറും സോണിയ ഓർക്കിഡ്സ് ഒരുപാട് പോത്തേക്കുന്നുണ്ട്. അത് കണ്ടിട്ടായിരിക്കും. നമ്മളുടെ ട്രിവാൻഡ്രം കാലാവസ്ഥയിൽ ഡെൻഡ്രോബിയം നന്നായിട്ട് വളരുന്നുണ്ട്. പക്ഷേ വയനാട്, ഇടുക്കിയിലൊക്കെ കുറച്ച് തണുപ്പുള്ളിടത്ത് അവിടെ ഫെല്ലോസസ് ആണ് നന്നായിട്ട് വളരുന്നത്. കാരണം നമുക്ക് ഡെൻഡ്രോബിയം ശരിക്കും പോകും, പക്ഷെ അത്രയും പൂവ് അവിടെ കിട്ടുന്നില്ലെന്ന് എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, വയനാടൊക്കെ ഉള്ളൊരു മേഡം ഉണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അവിടെ അത്രയും പൂക്കുന്നില്ല, പക്ഷെ അവർക്ക് നന്നായിട്ട് ഫെല്ലോസസ് പൂക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ഇതായിട്ട് ഫെല്ലോസസ് പൂക്കുന്നില്ല. ഞാൻ കൂടുതലും ഡെൻഡ്രോബിയമാണ് ഇപ്പം ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒൻസൈഡിയും ഇപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് സീഡ്ലിങ്സ് എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യക്കാരുണ്ട്. അയക്കുന്ന സമയത്ത് ഈ ചെടിച്ചട്ടി മിക്കവാറും മാറ്റിയിട്ട് അയക്കുന്നത്. ചിലർക്ക് പോട്ടോട് കൂടി, കാരണം ചിലത് നമുക്ക് പോട്ടിൽ ആ വേരൊക്കെ തിങ്ങിയിരിക്കും. അപ്പം പിന്നെ അത് എടുക്കുമ്പോൾ വേര് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ പോട്ടോട് കൂടി തന്നെ അയക്കും. അതുകൊണ്ട് ഞാൻ ചെറിയ ചെടിച്ചട്ടിയിലാണ് ഇതെല്ലാം നടുന്നത്. ഈ ഒരു പോട്ടിലാണ് ഇതുണ്ടോ, ഇതുപോലെയാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റുമ്പോഴത്തേക്കും ഈ വേര് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയത് ചെടിയുടെ ഗ്രോത്തിനെ ബാധിക്കും. അതുകൊണ്ട് ഇതോടുകൂടി തന്നെയാണ് അയക്കുന്നത്. എപ്പോഴും നമ്മൾ സീഡ്ലിങ്സ് വാങ്ങിച്ച് എപ്പോഴും ചെറിയ പോട്ടിൽ വേണം നടാനായിട്ട്. ചെറിയ പോട്ടിൽ നടുമ്പോഴേ വേര് നന്നായിട്ട് വളർന്നു വന്നിട്ട് പെട്ടെന്ന് പോകണം. അത് ഏത് പ്ലാന്റ് ആയാലും നമ്മൾ ചെറിയ ചട്ടിയിൽ നട്ട് പിന്നെ പ്ലാന്റ് വലുതാണെന്നനുസരിച്ച് ചട്ടി മാറ്റി വലിയ ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കണം. ഈ ചട്ടിയിൽ നിന്ന് വേരിങ്ങനെ ഒരുപാട് സ്പ്രെഡ് ചെയ്ത് പോയി കഴിയും. ഇതിപ്പോൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വേര് പോകുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ഇതുണ്ടോ, ഇത്രയും വേര് വന്നിട്ടുണ്ട്. കണ്ടോ ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഈ വേര് പൊട്ടെ ഉണ്ടോ. അപ്പം ഇത് നമ്മൾ ഈ വേര് മാറ്റുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാവും. ഇത് ചെറിയ ചട്ടിയിൽ നട്ടോണ്ട് ഇത്രയും വേര് വന്നു പൊട്ടും വന്നു വേണം. അത് പൂ കൊഴിഞ്ഞതാണ്. ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഞാൻ തൊണ്ട്, ചാർക്കോള്, പിന്നെ ഓടിൻ്റെ കഷ്ണം, പിന്നെ തൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും മൊത്തം തൊണ്ടിൽ നട്ട് കഴിയുമ്പോൾ മഴ സമയത്ത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചാർക്കോൾ ഇടുമ്പോഴത്തേക്കും വെള്ളം. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് നടുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇതുവരെ ഒരു കംപ്ലയിൻറ്റ് വരാറില്ല. പിന്നെ ഞാൻ മഴ തുടങ്ങുന്ന സമയത്ത് ഒരു ഫംഗിസൈഡ് എന്തായാലും നിർബന്ധമായിട്ടും ഞാൻ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ കണ്ടിന്യൂസ് മഴയാണെങ്കിൽ സാഫ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടായിരിക്കും എനിക്കിതുവരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഞാൻ കൊടുക്കുന്നവരടുത്തും പറയും. അതുപോലെ നമുക്ക് സീഡ്ലിങ്സ് വരുമ്പോഴും ഞാൻ സാഫിനകത്ത് മുക്കി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ സാഫിൽ മുക്കി വെച്ചതിന് ശേഷമാണ് നടുന്നത്. കാരണം ഇപ്പോൾ നന്നായിട്ട് വളർന്നു വരും. കാരണം ഈ അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ ഒച്ചിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡും കൂടെ രാത്രി ഒരു 7 മണി തൊട്ട് ഒരു 9 മണി വരെ ഒക്കെ ഇതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഒച്ചിനെ കൊല്ലലുണ്ട് മിക്കവാറൊക്കെ. ഒരു 7 മണി തൊട്ട് 9 മണിക്കകത്ത് ഒരു അരമണിക്കൂർ ഇതിൻ്റെ അടുത്ത് വരും. ടോർച്ചും കൊണ്ട് വരുമ്പോഴത്തേക്കായിരിക്കും ഒച്ചിരുന്ന് തിന്നുന്നത്. അത് ഭയങ്കര കഷ്ടമാണ്. ഒച്ചിനെ നിയന്ത്രിക്കുന്ന കാര്യം വലിയ പാടായിട്ടിരിക്കുക. ഇതൊക്കെ സ്പീഷീസിൽ വരുന്ന ഓർക്കിഡാണ്. ഇത് ബൾബോഫില. ഇതൊക്കെ സ്പീഷീസ് വെറൈറ്റികളാണ് ഈ ഓർക്കിഡൊക്കെ. ഇത് സ്പീഷീസിൽ വരുന്നതാണ്.
ഇത് സ്പീഷീസ്. ഇത് ഒൻസീഡിയം ബായ്പൈ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. മുട്ട വന്നിട്ടുണ്ട്, പക്ഷെ പോവില്ല. നല്ല ഭംഗിയാണ്. ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ സാധാരണ ഡാൻസിങ് കയറുന്ന ഓർക്കിഡില്ല, അതിനേക്കാൾ വലിയ പൂവാണ്. കുറച്ച് ദിവസം കൂടുതൽ ദിവസം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പൂവാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു സ്പീഷ്യസ് വെറൈറ്റിയാണ്. അതിൽ മുട്ട വന്നിട്ടുണ്ട്, നല്ല പൂവാണ്, പക്ഷെ മുട്ട ഉണ്ട്. ഇതൊന്നും എനിക്ക് സെയിലില്ല. ഇതൊക്കെ എൻ്റെ പ്ലാന്റുകളാണ്. ഇതും ഒരു എയർ പ്ലാന്റാണ്. ഇതിൻ്റെ റെഡ്, ഇതെല്ലാം വയലറ്റ് പൂവാണ്. ഇത് വേറെയാണ്. ഓർക്കിഡുകൾ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയിൽ തന്നെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടും അതല്ല ഡയറക്റ്റായിട്ടും ഒന്ന് വാങ്ങുന്നവർക്കും വാങ്ങാം. ലൊക്കേഷൻ കൂടി തന്നേക്കാം. വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു തരാം. ഇത് ചെറിയങ്കിഴ് പാലൊന്നിലാണ്. പിന്നെ എൻ്റെ ചെടികളിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഓർക്കിഡിൻ്റെ കൂടെ. പിന്നെ 2 മക്കളുണ്ട്. 2 മക്കളും 2 പേരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മകൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. മോള് ചെമ്പഴന്തി കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.